ശിവനായി തീരണം. എന്ന് വെച്ചാൽ ശിവനാൽ മാത്രം ആരാധിക്കപ്പെടാനും അറിയപ്പെടാനും നിയോഗമുള്ളവൾ എന്നർത്ഥം. ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ അടുത്ത നാമം ഇങ്ങനെയാണ്: കാമേശ്വജ്ഞാത സൗഭാഗ്യ മാർദ്ദവോരൂദയാനിധ. അപ്പോൾ കാമേശ്വരനാൽ മാത്രം അറിയപ്പെടുന്ന ഊരുക്കളോട് കൂടിയവൾ, തുടകളുടെ ലാവണ്യത്തോട് കൂടിയവൾ, തുടകളുടെ മാർദ്ദവത്തോട് കൂടിയവൾ എന്നർത്ഥം. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുക? ഈ ഭഗവതിയെ അറിയണമെങ്കിൽ അത് കാമേശ്വരന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ സാക്ഷാൽ പരമശിവന് മാത്രമേ ഭഗവതിയെ അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവതിയെ അറിയണമെങ്കിൽ, ഭഗവതിയെ പ്രാപ്തമാക്കണമെങ്കിൽ നമ്മൾ ശിവനായി തീരണം. എന്ന് വെച്ചാൽ ശിവനാൽ മാത്രം ആരാധിക്കപ്പെടാനും അറിയപ്പെടാനും നിയോഗമുള്ളവൾ എന്നർത്ഥം, യോഗ്യതയുള്ളവൾ എന്നർത്ഥം. അത്രയ്ക്ക് രഹസ്യ സ്വഭാവമുള്ള ദേവതയാണ്. അത്രയ്ക്ക് രഹസ്യമായിട്ടുള്ള ഗുഹ്യമായിട്ടുള്ള സ്ഥലത്ത് വസിക്കുന്നവൾ എന്നർത്ഥം. സാക്ഷാൽ ലളിതാ മഹാത്രിപുര സുന്ദരി.